പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ഫസ്റ്റ് സെമസ്റ്റർ 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ BA എക്കണോമിക്സ് വിദ്യാർത്ഥികളുടെ ഹോണേഴ്സ് വിദ്യാർത്ഥികളുടെ മേജർ വിഷയമാണ്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റിനും ആൻസറുമാണ് പറഞ്ഞത്. നമ്മൾ ഇതിൽ മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത് economics act as a scientist. Economics act as a scientist by observing economic phenomena, forming hypotheses and testing them through data analysis and models. എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആയിട്ട് എടുക്കുന്നത് അവരെന്ത് ചെയ്യും? എക്കണോമിക് പ്രതിഭാസങ്ങളെ ഒബ്സർവ് ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈപ്പോത്തിസിസ് ഫോർമേറ്റ് ചെയ്യും, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഡാറ്റ എടുത്തിട്ട് എന്ത് ചെയ്യും? അനാലിസിസ് നടത്തി ഒരു മോഡൽ ബിൽഡ് ചെയ്യുന്നത് കൊണ്ടാണ് എക്കണോമിക്സുകാരെ സയന്റിസ്റ്റ് എന്ന് പറയും. ദേ യൂസ് സയന്റിഫിക് മെത്തേഡ് ടു എക്സ്പ്ലെയിൻ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഇൻ ദ എക്കോണമി. എക്കോണമിയിലെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് സയന്റിഫിക് മെത്തേഡിലൂടെ യൂസ് ചെയ്തുകൊണ്ടാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. നമ്മളെ ഒരു എക്കണോമിക് തിയറി എടുക്കുകയാണെങ്കിൽ അത് അവർ കറക്റ്റ് ആയിട്ട് അതിന്റെ കാരണങ്ങൾ, എന്തുകൊണ്ട് ഇൻഫ്ലേഷൻ കുറയുന്നു, എന്തുകൊണ്ട് അതിന്റെ കോസ് ആൻഡ് എഫക്ട് വളരെ കൃത്യമായിട്ട് സയന്റിഫിക് മെത്തേഡിലൂടെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്കണോമിക്സുകളെ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. അസംഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് എക്കണോമിക് റിയാലിറ്റിയെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസംഷൻ എടുക്കാറ്. അലോയിങ് എക്കണോമിക്സ് ടു ഫോക്കസ് ഓൺ കീ വേരിയബിൾ ആൻഡ് ബിൽഡ് മോഡൽസ്. ഒരു മോഡൽ ബിൽഡ് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് കീ വേരിയബിൾ കാര്യങ്ങളൊക്കെ. ഒരു അസംഷൻ പറയാണ്, നമ്മൾ സെറ്റിറൈസ് പാരിബസ് ലോ ഓഫ് ഡിമാൻഡ് എടുക്കാം. When ceteris paribus, the price of commodity increase. When the price of commodity increase, then demand decrease. അതാണ് ഒരു അസംഷൻ. മറ്റെല്ലാ കാര്യങ്ങളും ഈക്വൽ ആയാൽ എന്നുള്ളതാണ്. അതുപോലെ കുറെ അസംഷനുകൾ ഉണ്ടാവും. അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ അസ്യൂം ചെയ്യാൻ. ഓക്കെ, അതാണ് സെറ്റിറൈസ് പാരിബസ് എന്ന് പറയുന്നത്. ആൾ ഈസ് എൽസ് ബീങ് ഈക്വൽ. ഇതിന്റെ പർപ്പസ് ഓഫ് അസംഷൻ ടു സിംപ്ലിഫൈ റിയൽ വേൾഡ് കോംപ്ലക്സിറ്റി. റിയൽ വേൾഡിലെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം സിംപ്ലിഫൈ ചെയ്യാം. ടു ഫോക്കസ് ഓൺ എസെൻഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് കോസാലിറ്റി. എന്ത് ചെയ്യാണ്? എസെൻഷ്യൽ ആയിട്ട് റിലേഷൻഷിപ്പും അതിന്റെ കാരണങ്ങളും എന്ത് ചെയ്യാണ്? ഫോക്കസ് ചെയ്യുക. ടു മേക്ക് മോഡൽ മോർ മാനേജബിൾ ആൻഡ് അണ്ടർസ്റ്റാബിൾ. ഒരു എക്കണോമിക് മോഡൽ വളരെ മാനേജബിൾ ആക്കുക, അണ്ടർസ്റ്റാബിൾ ആക്കി മാറ്റുന്നതിന് നമ്മൾ അസംഷൻ എടുക്കാറുണ്ട്. ഓക്കെ, അതാണ് ലോ ഓഫ് ഡിമാൻഡിലൊക്കെ നമ്മൾ പറയാം. ഇനി എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത്, എക്കണോമിക് മോഡൽ ആർ സിംപ്ലിഫൈഡ് റെപ്രസെന്റേഷൻ ഓഫ് reality using graphs, equation or diagrams to analyze economic behavior and predict outcome. എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത് റിയാലിറ്റിയുടെ ഒരു സിംപ്ലിഫൈഡ് റെപ്രസെന്റേഷൻ ആണ്. അതിന് ഗ്രാഫ് യൂസ് ചെയ്യും, ഇക്വേഷൻ യൂസ് ചെയ്യും, ഡയഗ്രാംസ് യൂസ് ചെയ്യും ടു അനലൈസ് എക്കണോമിക് ബിഹേവിയർ ആൻഡ് പ്രെഡിക്ട് ഔട്ട്കം. ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കൺസംഷൻ മോഡൽ, എക്കണോമിക്സിലെ കൺസംഷൻ മോഡൽ C is equal to ഫംഗ്ഷൻ ഓഫ് ഇൻകം. ദിസ് ഇത് എന്താണ്? ഒരു ഇക്വേഷൻ ആണ് ഇത്. ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഇതിനെ നമ്മൾ C is equal to A plus BY എന്ന് പറയാറുണ്ട്. ഇതിൽ ദിസ് ഇസ് എ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം സീറോ ആകുമ്പോഴുള്ള കൺസംഷൻ. ബീറ്റ എന്ന് പറയും, ബി എന്ന് പറയുന്നത് MPC. ഇതിന്റെ കർവ് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഈ പോർഷൻ ആണ് A എന്ന് പറയുന്നത്. ഇതിന്റെ സ്ലോപ്പ് ആണ് എന്ത്? B എന്ന് പറയുന്നത്. ഇതിനെ എന്ത് പറയുന്നത്? ഒരു എക്കണോമിക് മോഡലാണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എക്കണോമിക് മോഡൽ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. To help economics to understand and explain complex economic phenomena. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള എക്കണോമിക് ഫിനോമിന, ഒരു പ്രതിഭാസം മനസ്സിലാക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും ഇത് സഹായകരമാണ്. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയാറുണ്ട്. It is a graphical representation that shows the maximum combination of two goods or service an economy can produce with its available resource and technology, assuming all resources are fully and efficiently utilized. ഒരു എക്കോണമിയിലെ എല്ലാ റിസോഴ്സും എഫിഷ്യന്റ് ആയിട്ട് ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഒരു എക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന രണ്ട് ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷനുകൾ കൂടി ചേർന്നതാണ് എന്ത്? PPC എന്ന് പറയുന്നത്. PPC കോൺകേവ് ആയിരിക്കും PPC കർവ്. ഇതാണ് PPC കർവ്. ഇതൊരു കോമ്പിനേഷൻ ആണ്. ഇവിടെ Y, ഇവിടെ X. ഇതൊരു കോമ്പിനേഷൻ. ഇത്ര Y പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത്ര X ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. മറ്റൊരു കോമ്പിനേഷൻ, അപ്പൊ എന്ത് ചെയ്യും? Y കൂടി X കുറഞ്ഞു. അങ്ങനെ ഡിഫറെന്റ് കോമ്പിനേഷനുകൾ കൂടി ചേർന്നതാണ് MPC എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് MPC എന്ന് പറയാം. അടുത്തത് പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഫാക്ട് ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഡിസ്ക്രൈബ് ഓർ പ്രെഡിക്ട് എക്കണോമിക് ഫിനോമിന. ഇതൊരു ഫാക്ട് ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഓർ ഫാക്ട് ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ടെസ്റ്റഡ്, വെരിഫൈഡ് യൂസിങ് ഡാറ്റ. ഒരു ഇതെന്ത് ചെയ്യാൻ പറ്റും? ടെസ്റ്റ് ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാൻ പറ്റും. ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ? യൂസിങ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഹയർ ടാക്സ് റെഡ്യൂസ് ഡിസ്പോസിബിൾ ഇൻകം. ഹയർ ടാക്സ് ഉണ്ടായാലും എന്ത് ചെയ്യും? ആളുകളുടെ ഡിസ്പോസിബിൾ ഇൻകം കുറയും. ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഇൻകത്തെയാണ് ഡിസ്പോസിബിൾ ഇൻകം. പ്രൈസ് കൂടിയ ഡിമാൻഡ് കുറയും.
ഓക്കെ, ഇതാണ് ഒരു പോസിറ്റീവ്, ഒരു ഫാക്ട് ബേസ്ഡ് സ്റ്റേറ്റ്മെന്റിനെ എന്ത് പറയുന്നത്, പോസിറ്റീവ് എക്കണോമിക്സ്. നോർമേറ്റീവ് എക്കണോമിക്സ് ഫോക്കസ് ഓൺ സബ്ജക്റ്റീവ് ആണ്. വാല്യൂ ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വാട്ട് ഓട്ട് ടു ബി, എന്തുകൊണ്ട് ഇങ്ങനെ ആയാൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, വാല്യൂ ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിനൊരു ഉദാഹരണമായിട്ട് പറയാം, ദ ഗവൺമെന്റ് ഷുഡ് ലോവർ ടാക്സ്, ഗവൺമെന്റ് എന്ത് ചെയ്യണം, ടാക്സ് കുറക്കണം. ദിസ് സ്റ്റേറ്റ്മെന്റ് റിഫ്ലക്ട് ഒപ്പീനിയൻ ഓഫ് എത്തിക്കൽ കൺസിഡറേഷൻ, കനോട്ട് ബി ടെസ്റ്റഡ് ഫോർ അക്യുറസി. അക്യുറേറ്റ് ആയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇതൊരു റിഫ്ലക്ട് ഒപ്പീനിയൻ ആണ്. ഓക്കെ, ഇനി മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, മൈക്രോയും മാക്രോയും ഡിഫറൻഷിയേറ്റ് ചെയ്തത് റാഗ്നർ ഫിക്സ്റ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, രണ്ടായിട്ട് തരംതിരിച്ചു എന്നുള്ളത്. അതിൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ദി ഫോക്കസ് ഓൺ ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഏജന്റ് വിത്തിൻ എക്കോണമി, ഒരു എക്കോണമിയിലെ ഇൻഡിവിജ്വൽ ഏജന്റ്, ഹൗസ് ഹോൾഡ്, ഫേം, ഇൻഡസ്ട്രിയെ കുറിച്ച്, അതിനെക്കുറിച്ചുള്ളതിനെ എന്ത് പറയാം, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയാം. സ്റ്റഡീസ് ഹൗ ദിസ് എൻറ്റിറ്റി മേക്ക് ഡിസിഷൻ റിഗാർഡിംഗ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ എൻറ്റിറ്റികളെ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്, എന്തിനാ, അലോക്കേഷൻ ഓഫ് റിസോഴ്സ്, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഈസ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ദാറ്റ് എക്സാമിൻ ദ എക്കോണമി ആസ് എ ഹോൾ. ദ എക്കോണമി ആസ് എ ഹോൾ ഒരു അഗ്രിഗേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലെടുക്കുക, GDP, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, നാഷണൽ ഇൻകം, ഈ കാര്യങ്ങളൊക്കെയാണ് എടുക്കുക. ഒരു ഫോറസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു ട്രീ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. എല്ലാ ട്രീകളും കൂടി ചേരുമ്പോഴാണ് ഒരു ഫോറസ്റ്റിനെ അതിന് മാക്രോ എക്കണോമിക്സ് എന്ന് നമ്മൾ പറയും. വൈ എക്കണോമിക്സ് ഡിസഗ്രി? എക്കണോമിക്സ് may disagree due to difference in assumption used in model. ഒരു മോഡൽ യൂസ് ചെയ്ത അസംഷനിലുള്ള ഇതുകൊണ്ട് ഡിസഗ്രി ആവും. വാല്യൂ ജഡ്ജ്മെന്റ് ആവും അബൌട്ട് പ്രിയോറിറ്റി, ചില ആളുകൾ ഗ്രോത്തിനായിരിക്കും, ചില ആളുകൾ ഈക്വാലിറ്റിക്ക് ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ ആൻഡ് എവിഡൻസ്, ഡാറ്റ ആൻഡ് എവിഡൻസ് ഉള്ള ഇന്റർപ്രിട്ടേഷൻ കൊണ്ട്. ഓക്കെ, ഇനി പോളിസി അഡ്വൈസർ. ആസ് എ പോളിസി, ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പോളിസി, ആസ് എ പോളിസി അഡ്വൈസർ എക്കണോമിക്സ് പ്രൊവൈഡ് recommendation to government or organization based on their analysis of data, models and potential outcome of policy. എക്കണോമിക്സുകൾ എന്ന് പറയുന്നത് ഒരു പോളിസി അഡ്വൈസർ ആണ്. ഇവരെന്താണ് ഗവൺമെന്റിലേക്കും ഓർഗനൈസേഷൻക്കും റെക്കമെൻഡേഷനുകൾ കൊടുക്കുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവരെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ അനാലിസിസ് ചെയ്തുകൊണ്ട്, മോഡൽ ഉണ്ടാക്കിക്കൊണ്ട് ഒക്കെ അവരെന്ത് പോളിസി റെക്കമെൻഡേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് അവരെ പോളിസി അഡ്വൈസർ എന്ന് പറയുന്നത്. സർക്കിൾ ഫ്ലോ എന്ന് പറയുന്നത്, സർക്കിൾ ഫ്ലോ മോഡൽ ഡെപിക്ട്സ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഒരു എക്കോണമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഫ്ലോ ആണ് എന്ന് പറയുന്നത് സർക്കിൾ ഫ്ലോ എന്ന് പറയുന്നത്. റിസോഴ്സിന്റെ ഫ്ലോ, മണിന്റെ ഒക്കെ ഫ്ലോ, ആരൊക്കെ തമ്മിൽ, ഹൗസ് ഹോൾഡ് ആൻഡ് ഫേം. ഇതിന് അത് 2 സെക്ടറിൽ, 3 സെക്ടർ ആകുമ്പോൾ ഗവൺമെന്റ് വരും, ഇങ്ങനെ പിന്നെ ഇന്റർനാഷണൽ ട്രേഡ് വരും. ഓക്കെ, ഇതെന്ന് പറയാം ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് മാർക്കറ്റ്, ഹൗസ് ഹോൾഡും ഫേമും തമ്മിലുള്ള ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് ആണ് ഇതിൽ പറയുന്നത്. അടുത്ത ഹൈപ്പോസിസ്. ഹൈപ്പോസിസ് ഈസ് എ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എ ഫിനോമിന, ഒരു ഫിനോമിനയെ കുറിച്ചുള്ള ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള മുൻകൂട്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദിസ് എ ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റിലേഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾ, 2 or more വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ഒരു ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഹൈപ്പോസിസ്, സേവിംഗ് ബേസിസ് ഓഫ് ഫോർ എംപിരിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻ എക്കണോമിക്സ്. ഇനി സയന്റിഫിക് മെത്തേഡ്. എക്കണോമിക്സ് യൂസ് സയന്റിഫിക് മെത്തേഡ് ടു ഒബ്സർവ് ഹൈപ്പോസിസ്, ടെസ്റ്റ് പ്രഡിക്ഷൻ ത്രൂ ഡാറ്റ അനാലിസിസ്. എക്കണോമിക്സ് സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ, ഹൈപ്പോസിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് hypothesis, test prediction through data analysis, refine theories to explain economic phenomena explain ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിയറീസ് റിഫൈൻ ചെയ്യുന്നുണ്ട്. ഇനി തിയറി എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഫ്രെയിംവർക്ക് ഓഫ് ഐഡിയ ദാറ്റ് എക്സ്പ്ലെയിൻ ഹൗ സെർട്ടൻ ആസ്പെക്ട് ഓഫ് ദ എക്കോണമി വർക്ക്. എക്കണോമിക്സിൽ തിയറി എന്ന് പറയുന്നത് എക്കണോമിക്സിൽ പ്രത്യേക ആസ്പെക്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് ഫ്രെയിംവർക്കിനെ എന്ന് പറയുന്നത് എക്കണോമിക് തിയറി എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ടാവും, ഇതിന് വളരെ കൃത്യ അസംഷൻ ഉണ്ടാവും. ദാറ്റ് ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് എക്കണോമിക് ഫിനോമിന മനസ്സിലാക്കുന്നതിനും പ്രഡിക്റ്റ് ഔട്ട്കം, ഗൈഡ് പോളിസി ഡിസിഷൻ. ഇപ്പൊ തിയറി എന്ന് പറയുന്ന ഒരു തിയറി നമുക്ക് എടുക്കാം, ലോ ഓഫ് ഡിമാൻഡ് ഒരു തിയറി ആയിട്ട് നമ്മൾ എടുക്കാം. ഓരോ പല തിയറികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ.